നമ്മുടെ വീടുകളിൽ വാങ്ങിവെക്കുന്ന അരി, പരിപ്പ്, കടല, ചെറുപയർ തുടങ്ങിയ ധാന്യങ്ങളിൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രാണികളും പുഴുക്കളും കീടങ്ങളും കയറുന്നത് മിക്ക വീട്ടമ്മമാരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പലരും ഇത് ഒഴിവാക്കാനായി ധാന്യങ്ങൾ നേരിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സൂക്ഷിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ മുൻകരുതലുകളില്ലാതെ ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പ്രാൺശല്യം ഇല്ലാതാക്കുന്നതിന് പകരം വിപരീത ഫലം ചെയ്യുമെന്നും അത് ഭക്ഷണത്തെ വേഗത്തിൽ നശിപ്പിക്കുമെന്നും നമ്മളിൽ പലർക്കും അറിയില്ല. ഇതിന്റെ പ്രധാന കാരണം നമ്മൾ വാങ്ങുന്ന ധാന്യങ്ങളിലുള്ള ഈർപ്പത്തിന്റെ സാന്നിധ്യമാണ്. ഈർപ്പമുള്ള അന്തരീക്ഷത്തിലാണ് പ്രാണികൾ ഏറ്റവും വേഗത്തിൽ പെരുകുന്നത്. ധാന്യങ്ങൾ ശരിയായ രീതിയിൽ വായു കടക്കാത്ത പാത്രങ്ങളിൽ അടച്ചു സൂക്ഷിച്ചില്ലെങ്കിൽ ഫ്രിഡ്ജിനുള്ളിലെ ഈർപ്പം ഈ പാത്രങ്ങൾക്കുള്ളിലേക്ക് കയറുകയും അത് പൂപ്പൽ ബാധിക്കുന്നതിനും പ്രാണികൾ കൂടുതൽ വേഗത്തിൽ വളരുന്നതിനും കാരണമാവുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് കവറുകളിൽ തന്നെ ദീർഘകാലം ധാന്യങ്ങൾ കെട്ടി സൂക്ഷിക്കുന്നതും ചൂടുള്ള അടുക്കളയിലെ സ്റ്റൗവിന് സമീപം വയ്ക്കുന്നതുമെല്ലാം ഈ പ്രാണശല്യം ഇരട്ടിയാക്കാൻ മാത്രമേ സഹായിക്കൂ. ഇത്തരത്തിൽ കീടങ്ങളും പ്രാണികളും കയറിയതോ അല്ലെങ്കിൽ ഈർപ്പം തട്ടി പൂപ്പൽ ബാധിച്ചതോ ആയ ധാന്യങ്ങൾ നമ്മൾ പാകം ചെയ്ത് കഴിക്കുമ്പോൾ അത് ഗുരുതരമായ ദഹന പ്രശ്നങ്ങളിലേക്കും വയറിളക്കത്തിനും മറ്റു ആമാശയ രോഗങ്ങൾക്കും കാരണമാകും. പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് പ്രത്യേകം പെട്ടെന്ന് തന്നെ ഭക്ഷ്യവിഷബാധ പോലുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധാന്യങ്ങളിൽ പ്രാണികൾ വരുന്നത് വെറും ഒരു സാമ്പത്തിക നഷ്ടമായി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന വലിയൊരു സുരക്ഷാ വീഴ്ചയായി വേണം കാണാൻ. ഇതിന് പരിഹാരമായി യാതൊരു ചിലവുമില്ലാത്ത ചില ലളിതമായ ശീലങ്ങൾ നമ്മുടെ അടുക്കളയിൽ കൊണ്ടുവരാവുന്നതാണ്. ധാന്യങ്ങൾ വാങ്ങിയ ഉടൻ തന്നെ അതിൽ ഈർപ്പമില്ല എന്ന് ഉറപ്പുവരുത്താൻ കുറച്ചു സമയം സൂര്യപ്രകാശത്തിൽ വെച്ച് നന്നായി ഉണക്കിയ ശേഷം മാത്രം സൂക്ഷിക്കുക. പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം വായു കടക്കാത്ത ഗ്ലാസ് ജാറുകളോ സ്റ്റീൽ പാത്രങ്ങളോ ഉപയോഗിക്കുക. ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന പാത്രങ്ങളിൽ വേപ്പില, ഉണക്കമുളക്, ഗ്രാമ്പു അല്ലെങ്കിൽ ബേ ലീഫ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഇട്ടുവെക്കുന്നത് ഇതിന്റെ രൂക്ഷമായ ഗന്ധം കാരണം കീടങ്ങൾ വരുന്നത് തടയും. ഇനി ധാന്യങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിർബന്ധമായും എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ മാത്രം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും പഴയ സ്റ്റോക്കുകൾ പരിശോധിച്ച് അവ ആദ്യം ഉപയോഗിച്ച് തീർക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാകം ചെയ്ത പയറോ പരിപ്പോ ആണെങ്കിൽ അവ സാധാരണ ഉഷ്മാവിൽ തണുത്ത ശേഷം മാത്രം എയർ ടൈറ്റ് പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയും 3-4 ദിവസത്തിനകം ഉപയോഗിച്ച് തീർക്കുകയും വേണം. നമ്മുടെ നിത്യജീവിതത്തിൽ വരുത്തുന്ന ഇത്തരം ചെറിയ ജാഗ്രത കുറവുകളാണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്നത്. അതുകൊണ്ട് അടുക്കളയിലെ ഈ സംഭരണ രീതികളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തുക. നിങ്ങളുടെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ആരോഗ്യം ഉറപ്പാക്കുവാനും അവരെ സുരക്ഷിതരാക്കാനും ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഇപ്പോൾ തന്നെ അവർക്കായി പങ്കുവയ്ക്കുക.